നമസ്കാരം. ആരാണ് പൂജാരി? എന്താണ് പൂജാരിയുടെ മനസ്സ്? ഭസ്മക്കുറിയുടെ നടുവില് ചന്ദനവും നറുകുങ്കുമവും, വിസ്മയ ഭഗവാന്റെ മുമ്പിൽ പുഞ്ചിരിവദനായി നിൽക്കുന്ന ഒരാൾ. ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വിളക്കൊക്കെ കത്തിയിരിക്കും, തെളിഞ്ഞിരിക്കും. ശ്രീകോവിലിൽ ചന്ദനത്തിന്റെ സുഗന്ധം ഉണ്ടാവും. ക്ഷേത്രത്തിലാകെ ഒരു ഭഗവത് ചൈതന്യം വർദ്ധിച്ചിട്ടുണ്ടാവും. പുഞ്ചിരിയോടെ പ്രസാദം നീട്ടുന്ന ആ ഭക്തോത്തമനും അവിടെ ഉണ്ടാവും. അപ്പോൾ ചിലർ ചിന്തിക്കും, എന്തൊരു ഭാഗ്യമാണ് ഇദ്ദേഹത്തിന്, എപ്പോഴും ദൈവത്തിന്റെ അടുത്തല്ലേ? അതെ, അത് ഭാഗ്യം. പക്ഷെ ആ ഭാഗ്യത്തിന് പിന്നിൽ ആരും കാണാതെ പോകുന്ന, ഉരുകിത്തീരുന്ന ഒരു ജീവിതം. ലോകം മുഴുവൻ പുതച്ചുറങ്ങുന്ന പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ 3 മണിക്ക് നിശബ്ദതയെ ഭേദിച്ചാണ് അവരുടെ ദിവസം തുടങ്ങുന്നത്. കൊടുന്തണുപ്പിലും കിണറ്റുവെള്ളത്തിൽ കുളിച്ച്, ഈറനണിഞ്ഞ് വസ്ത്രം ധരിച്ച് വിറയ്ക്കുന്ന ശരീരത്തോടെ ആദ്യ തീ കൊളുത്തുന്ന കൈകൾ. ആ കൈകൾ നമ്മുടെ പ്രാർത്ഥനകൾക്കായി മുന്നേ ഉണരുന്ന കൈകളാണ്. ശ്രീകോവിലിൽ വിഭവസമൃദ്ധമായ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുമ്പോഴും സ്വന്തം വയറ്റിലെ വിശപ്പിനെ ഭക്തി കൊണ്ട് അടക്കി നിർത്തുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കഷ്ടല്ലേ? ഉഷപൂജ കഴിഞ്ഞ് പ്രസാദം കയ്യിൽ കിട്ടുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ സ്വന്തം ഉമിനീരിറക്കി വിശപ്പടക്കുന്ന ആ നിമിഷം നോക്കൂ, അതൊരു ശീലമല്ല, അതൊരു തപസ്സാണ്. നമ്മൾ ഞായറാഴ്ച വിശ്രമിക്കുമ്പോ, ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോ അവർക്ക് അവ ഒരു സാധാരണ ദിവസമാണ്. സ്വന്തം വീട്ടിൽ സന്തോഷമുണ്ടായാലും ദുഃഖമുണ്ടായാലും ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നു. ഒരേ ഒരു വാക്കിന് മുന്നിൽ സ്വന്തം ജീവിതം പിന്നിലാക്കേണ്ടി വരുന്നവരാണ് പൂജകന്മാർ. പലപ്പോഴും സ്വന്തം നാടും വീടും വിട്ട് അപരിചിതമായിടത്ത് ഏകാന്തതയോടെ ജീവിക്കേണ്ടി വരുന്നവർ. അസുഖം വന്നാൽ ഒന്ന് ചോദിക്കാനും വെള്ളം കൊടുക്കാനും അടുത്ത ആരുമില്ല ഭഗവാനല്ലാതെ. പൂജയും ജോലിയും കഴിഞ്ഞ് തളർന്ന ശരീരത്തോടെ സ്വന്തം ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന ആ രാത്രികളിൽ ആ ഭക്ഷണത്തിന് കണ്ണീരിന്റെ ഉപ്പുരസമുണ്ടാവും. ഇതൊരു ജോലി മാത്രമല്ല, ഇതൊരു സമർപ്പണമാണ്. വിഗ്രഹത്തിലെ ചൈതന്യം നിലനിർത്താൻ വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികളാണ് ഓരോ ശാന്തിക്കാരും. അതുകൊണ്ട് ഭക്തജനങ്ങൾ, നിങ്ങൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു നിമിഷം ആ മനുഷ്യനെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് വേണ്ടത് നമ്മുടെ സഹതാപമല്ല, ഹൃദയം നിറഞ്ഞ ആദരവാണ്. അവരുടെ വിയർപ്പിനും കണ്ണീരിനും നമ്മൾ കയ്യിൽ നീട്ടുന്ന ഏതൊരു ദക്ഷിണയേക്കാൾ കൂടുതൽ വിലയുണ്ട് നമ്മുടെ മനസ്സിലെ ആ മാന്യതയ്ക്ക്. പൂജാരിയുടെ ജീവിതം അന്തസ്സോടെയും സുരക്ഷിതയോടെയും മുന്നോട്ടു പോകേണ്ടത് ഒരു ക്ഷേത്രത്തിന്റെ മാത്രം കാര്യമല്ല, ഇത് ഒരു സമൂഹത്തിന്റെ ആത്മീയപരമായ ഉത്തരവാദിത്വമാണ്. കാരണം ക്ഷേത്രത്തിലെ വിളക്ക് അണയാതെ കാക്കുന്നത് അവരുടെ കൈകളാണ്. ആ കൈകൾ വിറക്കരുത്. വിഗ്രഹത്തെ ദൈവമാക്കുന്നത് പൂജാരിയുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പരിശുദ്ധിയാണ്. പൂജാരിമാർ ഭക്തജനങ്ങളോട് കാണിക്കേണ്ടതും തിരിച്ച് ഏറ്റവും മര്യാദാപരമായ സൗമ്യമായ സംഭാഷണങ്ങളാണ്. ക്ഷേത്ര കഥകൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടവരാണ് പൂജാരിമാർ. ഈ കർത്തവ്യം അവരുടെ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നന്മയോടെ, നല്ല മനസ്സോടെ എല്ലാവർക്കും നമസ്കാരം. മധു കാടാമ്പുഴ.